പ്ലെയിൻ ദോശ, ചട്നി. വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജമ്മുവിലാണ്. ജമ്മു തവിയിലെത്തി. ശരിക്കും നമ്മൾ ട്രെയിൻ SBDK ശ്രീമാതാ വൈഷ്ണോദേവി യാത്രയിലേക്കുള്ള ട്രെയിനായിരുന്നു. പക്ഷേ ആ ട്രെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീനഗർ ജമ്മു ഹൈവേയിൽ ഇങ്ങനെ പ്രശ്നങ്ങളായതുകൊണ്ട് ആ ട്രെയിൻ എന്ത് ചെയ്തു, ബുദ്ധിമുട്ടി. നോക്കി. അപ്പോൾ ആ ട്രെയിന് ഇതുവരെ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വേറെ വണ്ടി എടുത്തപ്പോൾ ഈ ടെമ്പോ ട്രാവലർ നമ്മൾ ലഗേജ് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ എന്ത് ചെയ്യും, ഖത്രയിലേക്ക് പോകും. പിന്നെ ഖത്രയിൽ നിന്ന് ടിക്കറ്റ് ഇല്ല. നമ്മൾ 8 മണിക്കാണ് നമ്മൾ ട്രെയിനുള്ളത്. 7:45 മറ്റേ ട്രെയിന് കിട്ടാൻ സാധ്യതയല്ല. അപ്പോൾ നമ്മൾ ആ ട്രെയിനിന് എന്ത് ചെയ്യും, ഈ വേറെ ട്രെയിനുണ്ട് 3 മണിക്ക്. അതിൽ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല, 0 ചാൻസാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടും കിട്ടിയില്ല, നമ്മൾ നേരെ പിന്നെ മുഗൾ റോഡ് വഴി നമ്മൾ നേരെ ശ്രീനഗർ പോകും. ചെക്കന് ലഗേജുകളൊക്കെ കെട്ടി. ഇതിപ്പോൾ ടെമ്പോ ട്രാവലറാണ്. ഓക്കെ, ഇതൊന്നല്ല നമ്മളെ വണ്ടി. പാക്കേജിൻ്റെ വണ്ടി അർബാനിയാണ്, ഫോർസ് അർബാനിയ. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോകണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഖത്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് വണ്ടി അന്വേഷിക്കണം, കിട്ടുകയാണെങ്കിൽ കഴിച്ചില്ലായില്ല, അതെന്തെങ്കിലും മൂഞ്ചും. അങ്ങനെ നമ്മൾ പ്ലാന് മാറ്റി ഇവിടുന്ന് രാജധാനിയല്ല വന്ദേ ഭാരതിന് ടിക്കറ്റ് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തു. ഷമീർക്ക് അവിടെ ഉണ്ട്. എന്താ പാട്? വളരെ നന്നായിട്ട് നമ്മുടെ പ്ലാൻ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മൾ ടൂർ മുന്നോട്ട് പോവുകയാണ്. സെറ്റല്ലേ? സെറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ കയറിക്കണേ. അപ്പോൾ ഖത്രയിൽ 32 കിലോമീറ്റർ പരിസരത്ത് ഇത് കിട്ടൂല, നോൺ വെജ് കിട്ടൂല, കാരണം അമ്പലം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പാട്, എന്താ വാങ്ങണേ? ഫുള്ള് പാടയാണ്. എന്താ പാട്? 2 വാക്ക് സംസാരിക്കൂ. ടൂർ അടിപൊളിയാ. ഓക്കെ അല്ലേ? ഓക്കെ. അല്ല, ചിരി കാണില്ലല്ലോ. അതെ, നല്ല റേറ്റ് ഉണ്ട്. വൃത്തിയിൽ കഴിക്കാം. അപ്പോ മലയാളികളാ? എവിടെ? നാട്ടിലെവിടെ? മണ്ണാർക്കാടാ? നിങ്ങളെവിടെ? അങ്ങനെ അത് നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ കഴിക്കണം. ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലും. നമ്മൾ വണ്ടി ലഗേജ് കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മൾ ഓർമ്മ പോവാണ്. റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. നമ്മളെ ഓരോരുത്തരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കഴിക്കണേ? വീഡിയോ കഴിഞ്ഞോ? ഇവിടെ പ്ലെയിൻ ദോശയും ചട്നി. നമ്മളത് ബർഗറാണ്. ഇവിടെ പ്ലെയിൻ ദോശ, ചട്നി. കിട്ടിയില്ല? ഇവരുടെ കാത്തിക്കണം. അപ്പോൾ നമ്മളത് ബർഗറാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സംഭവം തരുമോ? വിശന്നിട്ട് പിരാന്തയിക്കണ്. എവിടെ ഇരിക്കേണ്ട ഐഡിയ ഇട്ടില്ല. നല്ലൊരു ബർഗർ ഓർഡർ ചെയ്തിരിക്കണ്.
ജ്യൂസ് അടിപൊളിട്ടോ. ജ്യൂസ് അല്ല, ഇതെന്തോ പേര് പറയാലോ. സ്ട്രോ ഉണ്ടല്ലേ. ഇത് ബില്ലാണ്, അതൊക്കെ ഓർമ്മയാണ്. എടുത്തു വെക്കാം. കെച്ചപ്പ് കൊണ്ട് ഓടിക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. $326 ബർഗറാ സുഹൃത്തുക്കളിൽ. ഒന്നുമില്ല. ഞാൻ ആലോചിക്കേ, വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ എന്തൊക്കെ സുഖ സൗകര്യങ്ങളാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആ സുഖ സൗകര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാൻ നമ്മോട് യാത്ര ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ അങ്കബൂത്തിലെ قل سيروا في الأرض فانظروا كيف بدأ الخلق ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير എന്ന ആയത്തുണ്ട്. Travel around the world, then only you will feel how Allah created the world, created this land for us എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അതായത് ഓരോ ലാൻഡ്സ്കേപ്പിൽ ജീവിക്കുന്ന ആളുകൾക്കും ഓരോ രീതിയിൽ എന്താ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പെരീതേ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കുറേ റിസ്കിനൊടുവിൽ നമുക്കിപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലെത്തി. നമ്മളൊന്നിനോട് ആരും സംസാരിച്ചാണ്ട് നമ്മൾ ആൾക്കാരിവിടെ ഉണ്ട്. വന്ദേ ഭാരതാണ് ഈ നിൽക്കുന്നത്. ശ്രീനഗർ ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത്. ഇവിടെയൊക്കെ തൊട്ടിട്ട് പെരും തണുപ്പ്, മറ്റേ ഭൂമി തണുത്തുണ്ടായിരിക്കില്ലേ മഴ. അപ്പോൾ ഇനി നമ്മൾ നേരെ ശ്രീനഗർക്ക് പോവുകയാണ്. ഓക്കെ, ശ്രീനഗർ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. പോട്ടെ കയറി വെക്കട്ടെ. നമ്മൾ വന്ദേ ഭാരതിൽ കയറി. ഇരുന്നോളി, സീറ്റ് പോയിരുന്നോളി. അതുവരെ എടുക്കി. അങ്ങനെ ഫൈനലി നമ്മൾ വന്ദേ ഭാരതിൽ കയറി. നമ്മൾ ആലോചിക്കണം, നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല, പക്ഷെ നമ്മൾ സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യും വിത്ത് ഫൈനോട് കൂടി. ഒരു ചാൻസ് ഇല്ലാത്ത കാര്യമാണ്, പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്താണ്ട് നിയമപരമായിട്ട് കേട്ടോ പോണത്. നമ്മളെ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ സഹകരിച്ച്. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്നലെ രാവിലെ, അതായത് ഇപ്പം സംസാരിക്കുന്നത് ഈ 7-ാം തീയതിയാണ്. ഇതേതാണ് സെപ്റ്റംബർ 7. ഓക്കെ, അപ്പോൾ ഇന്നലെ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട നമ്മളെ കൂടെ വന്ന കുറച്ച് പയ്യന്മാരുണ്ട്. ഒരു ഇപ്പോഴും ശ്രീനഗർ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ സമയം എത്രയായിരുന്നു? 3:29. അതായത് 24 മണിക്കൂറായിട്ടുള്ള എത്തിയിട്ടില്ല. കാരണം അറിയോ, മുഗൾ റോഡ് എന്ന റോഡുണ്ട്.
അതിലൂടെ പോകാൻ വേണ്ടിയിട്ട്. കാരണം ബാക്കി റോഡുകളൊക്കെ ക്ലോസ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ എക്സ്പീരിയൻസിൻ്റെ പവർ മാത്രം, പിന്നെ കുറച്ച് ബന്ധങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ നേരെ ആളുകളോട് പോവാണ്. അപ്പോൾ ഈ ശ്രീനഗരത്തിൽ കാണാം. അപ്പോൾ വന്ദേ ഭാരതിലൂടെല്ലാം നമ്മൾ യാത്ര തുടങ്ങി. നല്ല ഭംഗിയായിക്കൊണ്ടെങ്കിൽ എത്ര ഉയരത്തൂടെ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ശ്രീനഗറിനോട് സലാം ചൊല്ലി ഇവിടെ എത്താനായി. ഫുള്ളൊക്കെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിഫുള്ള് മാറി. ആദ്യത്തെ വന്ദേ ഭാരതാണോ? ആദ്യത്തെ വന്ദേ ഭാരത് ആണോ? നല്ലൊരു ബെസ്റ്റ്. എന്താണ് അവസ്ഥ? കാഴ്ചകളൊക്കെ ഉണ്ട്. അതിമനോഹരം. അതെ, ഫാന്റാസ്റ്റിക്. എന്താ പറയേ എത്തല്ലേ? എങ്ങനെ ഉണ്ട്? നമ്മളിപ്പോൾ എത്തും. 5:26 അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ശ്രീനഗർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജുകളൊക്കെ എവിടെ? ബാക്കിലല്ലേ? എല്ലാം ബാക്കിലുണ്ട്. അടിപൊളി. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അടിപൊളി. പിന്നെ സൂപ്പർ വണ്ടി അല്ല, മഴ ഉണ്ട് കേട്ടോ. നോക്കി അങ്ങനെ ഒടുവിൽ നമ്മൾ ശ്രീനഗറിലെത്തി സുഹൃത്തുക്കളെ. വന്ദേ ഭാരതിൽ കേട്ടോ 17 ആൾക്കാർ വേണം. എൻ്റെ മോനെ ലൈഫിൽ ഇതൊരു വലിയൊരു മൊമെൻ്റാണ്. ഇതിന് വലിയ മൊമെൻ്റ് നമ്മൾ കഴിഞ്ഞ് പോകുന്നിങ്ങനെ. പക്ഷേ ഇതാ റോഡിലൂടെ നമുക്ക് പോരാൻ കഴിയാത്തൊരിതായതുകൊണ്ടേ ഞങ്ങൾ ലഗേജുകളൊക്കെ ഒന്ന് പോയി എടുക്കട്ടെ. നമ്മൾ ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ട്, ഓരോരുത്തർ ഓരോ വാഹനത്തിലുണ്ട്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടത്. അങ്ങനെ നമ്മൾ ഫൈനലി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എവിടാ എവിടാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. എത്തിയില്ലേ? എത്തുന്നു പറഞ്ഞു. എത്തിച്ചോ? എത്തിച്ചേ എത്തിക്കാതെ അങ്ങനെ കാശ്മീരിലെത്തി ശ്രീനഗറിലെത്തി. ഓക്കെ, സംസാരിച്ച് പോയിക്കോളി. സാറേ എന്ത് എല്ലാം കൊണ്ട് പറഞ്ഞാലും സാറ് ആദ്യമായിട്ടാണ് കാഴ്ചകളൊക്കെ ഉണ്ട്. അടിപൊളിയാ. സെറ്റല്ലേ? സെറ്റാണ് സെറ്റാണ്. അപ്പൊ ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതാണ് ഫുള്ള് ശ്രീനഗർ. അങ്ങനെ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങി. നമ്മളെ വണ്ടി ഉണ്ട്. ചെറിയൊരു മഴയുണ്ട്. വന്ദേ ഭാരത്. വന്ദേ ഭാരത് നേരെ പുറത്തേക്ക് നടക്കട്ടെ. പാക്കേജ് ഉണ്ട്. പോലെ നമ്മൾ ശ്രീനഗറിലെത്തി. പോവാ പോട്ടെ. അപ്പോൾ നമ്മൾ പുറത്തെത്തി. നമ്മളെ വണ്ടി വരുന്നുണ്ട്. വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം. അതിൽ വരുന്നുണ്ടോ?
ഇങ്ങനെ വരും ഇപ്പോൾ. എന്താ പറയുക പറയും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ. അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ എത്തി. അപ്പോൾ ഇനിയാണ് നമ്മളെ ശരിക്കുള്ള പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്രീം കാശ്മീർ. തണുക്കുണ്ടോ? 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 തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ചെറുതായിട്ട് ചെറിയൊരു ഉണ്ടോ? ചെറിയ ചാറ്റമ ഉണ്ടായതുകൊണ്ട് ഇത് നല്ല മഞ്ഞ് വീണ സ്ഥലമാണ്. തണുപ്പുണ്ടോ? ഉണ്ടോ? കുറേ ഉണ്ടോ? കുറേ മഞ്ഞുണ്ട്. ചെവി അടഞ്ഞു. അമ്മ തറപ്പാ. തണുക്കുണ്ടോ? തണുപ്പുണ്ടോ? ഉണ്ടോ? തണുക്കുണ്ടോ? തണുപ്പുണ്ടോ? സെറ്റ്. തണുപ്പുണ്ടോ? തണുക്കുണ്ടെങ്കിൽ സീരിയസ്ലി. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ എത്തി. ചെറിയൊരു മഴ ഉണ്ട് കേട്ടോ. നമ്മൾ ലഗേജുകളൊക്കെ വണ്ടിയിൽ വെക്കട്ടെ. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോ. കാണീൻ്റെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യും. ഉള്ളിക്കുന്നു. हमेशा जुगाड़ है. जुगाड़ वाला बंदा. ലഗേജ് ഒന്ന് കയറ്റാൻ കൂട്ടിട്ട് എന്നിട്ട് ഇവിടെ ആർമിൻ്റെ വണ്ടികൾ നോക്കി ഫുള്ള് ഇങ്ങനത്തെ വണ്ടികൾ കാണുന്നു. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഇപ്പോൾ ശ്രീനഗറിലെത്തി. എന്താ പാട്? ഒച്ചല്ലോ. ഞാൻ ഏതൊക്കെ കാട്ടു കയറി. അപ്പൊ നമ്മൾ നേരെ ശ്രീനഗർ എത്തി. ഇപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ശ്രീനഗർ എത്തി. ഏകദേശം 2:55 നമ്മൾ അവിടുന്ന് കയറിയതാണ്. ഇപ്പോൾ 6:15 വന്ദേ ഭാരതിലെത്തി. അപ്പൊ ശ്രീനഗർ എത്തി. എങ്ങനെയുണ്ട്? എല്ലാരും എങ്ങനെ? എല്ലാവർക്കും വിശക്കുണ്ട്. എനിക്കുണ്ട്. ഞാൻ കാശ് കൊടുക്ക. ഒയ്യേ. അപ്പൊ ഇനി നമ്മള് നേരെ പോവാം. നമ്മൾ ഈ ജാസ് ഇവിടെ ഉണ്ട്. ജാസ് ശരിയാ. ഓക്കെ. അപ്പൊ ഇങ്ങനെ പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകും. അപ്പോ നമ്മളെ വണ്ടിയൊക്കെ കയറ്റാം. അങ്ങനെ നമ്മൾ ഇതാണ് രാജ്ബാഗ് കേട്ടോ. രാജ്ബാഗ് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. എത്തിയില്ല കൊത്തും. അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലിലെത്തി. നമ്മളെ ആളുകളൊക്കെ ഇവിടെ ചിരി തമാശകളിലാണ്. എന്താണ് ഒന്നുമില്ല എന്താ പറയണ്ടല്ലോ. ഇവരിപ്പോ പറഞ്ഞേ കൂടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി റൂമൊക്കെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യട്ടെ. റൂം ഇപ്പോൾ കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലെത്തി. കാവ എല്ലാവർക്കും കാശ്മീരി കാവ. കാവ കണ്ടി പോവാ. രസമുണ്ടോ? പിന്നെന്താ വാങ്ങാണോ? നല്ല കൂണെന്ന് വാങ്ങാം. ഞാൻ ലഗേജുകളും കൊണ്ട് നേരെ എന്ത് ചെയ്യാം? റൂമിലേക്ക് പോവാം. ഓക്കെ.
റൂം ഇപ്പോൾ കാണിച്ചു തരാം. അല്ല മുട്ട നിൽക്കും. പിന്നെ എങ്ങനെ നമ്മൾ നേരെ അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂം ഇതാണ്. റൂം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒറ്റക്കാണ്. ഓക്കെ ഓക്കെ സെറ്റല്ലേ? അപ്പോൾ നീ നല്ല ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഭക്ഷണം കഴിച്ച് സെറ്റാണ്. നമ്മൾ ആൾക്കാരൊക്കെ ഒന്ന് നോക്കണം, പോയി കണ്ട് ഓരൊക്കെ റൂം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ചോദിക്കണം. ഓക്കെ, റൂം ആരും മോശം പറയില്ല. കശ്മീർ, കാരണം നമ്മുടെ പാക്കേജിൻ്റെ പേര് തന്നെ വോയേജർ ഗ്രാമിൻ്റെ ഡ്രീം കശ്മീർ എന്നാണ്. അപ്പോൾ മാക്സിമം നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാൻ ശ്രമിക്കലുണ്ട്. ബാക്കി ഓലാണ് പറയേണ്ടത്. ഇതുവരെ ആരും മോശം പറഞ്ഞിട്ടില്ല. ഓക്കെ, റൂംസ് ഇതാണ്. സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ഫെസിലിറ്റി ഉള്ള റൂമാണ്. ഓക്കെ, ഹീറ്റിംഗ് ആയാലും AC ആയാലും ഒക്കെ സെൻട്രലൈസ്ഡ് ആണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ചായ നമുക്ക് ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ബാത്ത് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, അതേപോലെ തന്നെ ബ്രഷ്, കോൾഗേറ്റ് സാധനങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഷാമ്പു, ഷവർ ജെല്ലി, അങ്ങനെ കുറേ സാധനങ്ങളിവിടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ റൂമും നമ്മളെ കാര്യങ്ങളും. ഇപ്പം നമ്മൾ റൂമിലെത്തി. ഇനി നാളെ മുതൽ നമ്മൾ ഫുള്ള് ഗുൽമർഗും, സോൻമർഗും, പെഹൽഗാം, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പോകും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ലൈക്കും ചെയ്യും, ജസ്റ്റ് ഒന്ന് കമൻറ്റും ചെയ്യും. ഇതിലിപ്പോൾ നിങ്ങളെ ഒരുപാട് നിങ്ങളെ ഫാമിലിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇതിലുണ്ടാവില്ല, അങ്ങനെ വ്ളോഗുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വിശദങ്ങൾക്ക് ഇനി ട്രിപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വോയേജർ ഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.